നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ദീപകിന്റെ ആത്മഹത്യക്ക് കാരണമായ വീഡിയോ ആവർത്തിച്ചു കണ്ടു. ബസ്സിൽ നിന്നുള്ളതാണ് രംഗം. ചില സംശയങ്ങൾ പറയാം. 2 രംഗങ്ങളായാണ് വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. ആദ്യത്തെ രംഗത്തിൽ അയാളെ വ്യക്തമായി കാണാം. വെൽ ഡ്രസ്സായ ഒരു യുവാവ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതോ ജോലിക്ക് പോകുന്നതോ ആയിരിക്കണം. അയാളുടെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്. ബസ്സിൽ സീറ്റില്ല. എല്ലാ യാത്രക്കാരെയും പോലെ തിരക്കുള്ള ബസ്സിൽ അയാളും നിൽക്കുകയാണ്. ഒരു യുവതി അയാളുടെ പിന്നിൽ ക്യാമറ ഓൺ ചെയ്തു വെച്ചിട്ടുണ്ട്. അയാൾ ആ സ്ത്രീയെ ശ്രദ്ധിക്കുകയോ മുഖത്തേക്ക് നോക്കുകയോ ദേഹത്ത് സ്പർശിക്കുകയോ ചെയ്യുന്നില്ല. അയാൾ തന്റെ കയ്യിലുള്ള ബാഗ് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്നും കാര്യമാക്കാതെ നിൽക്കുന്നു. അയാളുടെ ബോഡി ലാംഗ്വേജിലോ ഫേഷ്യൽ എക്സ്പ്രഷനിലോ ഏതെങ്കിലും രീതിയിൽ അസ്വാഭാവികത കാണുന്നില്ല. അടുത്ത രംഗം സ്ത്രീയെ സ്പർശിച്ചു എന്ന് പറയുന്ന ഭാഗമാണ്. ആ രംഗം ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ്. എഡിറ്റിംഗിലോ വീഡിയോ ചിത്രീകരണത്തിലോ സ്ലോ മോഷൻ എഫക്റ്റ് നൽകിയിട്ടുണ്ട്. ഒരു സ്റ്റോപ്പ് എത്തി എന്നതിന് തെളിവായി ബസ്സിൽ നിന്നും ബെല്ലടിച്ച ശബ്ദം കേൾക്കാം. സ്റ്റോപ്പ് എത്തിയപ്പോൾ ബസ് നിൽക്കുന്നത് വ്യക്തമാണ്. ആളുകൾ ഇറങ്ങാൻ തിരക്ക് കൂട്ടുന്നത് കാണാം. അയാളും ആ സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരമാണ് ശരീരത്തിൽ ടച്ച് ചെയ്തതായി യുവതി ആരോപിക്കുന്ന ഭാഗമുള്ളത്. സൂക്ഷിച്ചു നോക്കിയാൽ അയാൾ ബസ്സിൽ നിന്നും ഇറങ്ങാൻ നേരം തന്റെ കയ്യിലുള്ള ബാഗ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആദ്യം സ്ത്രീയുടെ ശരീരത്തിൽ ടച്ച് ആവുന്നതെന്നും ആ ബാഗ് മുന്നിലുള്ള ആളുടെ ഇടയിൽ കുടുങ്ങിയപ്പോൾ ആ ബാഗ് വലിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രണ്ടാമത് ശക്തമായി സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതെന്നും കാണാം. ബാഗ് കയ്യിൽ പിടിച്ച് തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്തു പരിചയമുള്ള ഏതൊരാൾക്കും ബസ്സിലോ ട്രെയിനിലോ കയ്യിലുള്ള ബാഗ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അയാളുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നതിനാൽ സംഭവിച്ച ഒരു ആക്സിഡന്റൽ ടച്ചായി മാത്രമാണ് വീഡിയോ പൂർണ്ണമായും കണ്ടപ്പോൾ മനസ്സിലായത്. പൊതുവെ ഒരു യാത്രികൻ അയാൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ റെഡിയായി നിൽക്കും. പ്രത്യേകിച്ച് തിരക്കുള്ള ബസ്സിലാവുമ്പോൾ നേരത്തെ തന്നെ ഒരുങ്ങി നിൽക്കും. ഈ വീഡിയോയിലും വ്യക്തമായി അയാൾ അടുത്തത് തന്റെ സ്റ്റോപ്പാണെന്ന് മനസ്സിലാക്കി ഇറങ്ങാനായി സൈഡിൽ നിന്ന് മാറി സെന്ററിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആദ്യ ഭാഗത്ത് അയാൾ മുന്നിലും യുവതി പിന്നിലുമാണ്. രണ്ടാമത്തെ ഭാഗത്ത് അയാൾ സെന്ററിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീ ചരിഞ്ഞാണ് നിൽക്കുന്നത്. ആ സമയം വരെ അയാളുടെ പിറകിൽ നേരെ നിന്ന സ്ത്രീ എന്തിനാണ് അയാൾ ഇറങ്ങാനായി ഒരുങ്ങി നിൽക്കുമ്പോൾ ക്യാമറ ഓൺ ചെയ്ത് ചരിഞ്ഞു നിന്നത്? വീഡിയോ പകർത്തിയ സ്ത്രീയുടെ ഇന്റൻഷനിൽ സംശയം തോന്നാൻ കാരണം ഈ ഒരൊറ്റ ചോദ്യം മാത്രമാണ്. റീലുകളുടെ റീച്ചിന് വേണ്ടി വ്യാജ കഥകൾ നിർമ്മിക്കുമ്പോൾ ഇരയായത് ദീപക് മാത്രമല്ല, യഥാർത്ഥത്തിൽ ബസ്സിലും ട്രെയിനിലും ലൈംഗിക അക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾ കൂടിയാണ്. അവരുടെ ശബ്ദം കൂടിയാണ് വ്യാജന്മാർ ഇല്ലാതാക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.